നരിക്കുനിയിലെ സ്ഥാപനത്തിൽ മണി ട്രാൻസ്ഫർ ചെയ്യാനായി ഏൽപ്പിച്ച തുകയിൽ കള്ളനോട്ട് കണ്ടെത്തിയ സംഭവത്തിൽ 4 പേർ പോലീസ് പിടിയിൽ. താമരശ്ശേരി കത്തറമ്മൽ സ്വദേശി മുർഷിദ്, മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന, കൊടുവള്ളി ആവിലോറ സ്വദേശി മുഹമ്മദ് ഷഫീഖ്, താമരശ്ശേരി കുടുക്കിലമരം അമ്പായക്കുന്ന് മുഹമ്മദ് ഇയാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽപ്പെട്ട മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരിക്കുനി ടൗണിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഹബ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യാനായി യുവതി കൊടുത്തുവിട്ട 500 രൂപയുടെ 30 നോട്ടുകളിൽ 14 എണ്ണവും കള്ളനോട്ടെന്ന് കണ്ടെത്തിയത്. പണം കൈമാറ്റം ചെയ്യാനായി എത്തിയ ആൾ പോയതിനു ശേഷമാണ് നോട്ട് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് കടയുടമ മുഹമ്മദ് റയീസ് കൊടുവള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കെ യാസിർ ഹുസൈൻ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ വേണ്ടി മുർഷിദ് എന്നയാളുടെ കൈവശം ഹുസ്ന എന്ന യുവതിയാണ് 15,000 രൂപ ഏൽപ്പിച്ചത്. കടയുടമയ്ക്ക് ലഭിച്ച തുകയിൽ 7,000 രൂപ വ്യാജ നോട്ടുകളാണെന്ന വിവരം പണം അയക്കാനെത്തിയവരെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. തുടർന്ന് കടക്കാരന് പണം തിരികെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു പണം കൈമാറ്റം ചെയ്യാനായി മുർഷിദ് സ്ഥാപനത്തിലെത്തിയത്. ഇതിനു പിന്നിൽ വൻ കള്ളനോട്ട് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്ന് കടയുടമ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും കൂടുതൽ കള്ളനോട്ടുകൾ പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കള്ളനോട്ട് റാക്കറ്റിൽ കൂടുതൽ പേരുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചു. ഇവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.